സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഈ മാസം 7-ാം തീയതി വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അലക്സ് റാം, പല ജില്ലകളിലും മഴ കാര്യമായി പെയ്യുന്നുവെന്ന് നമ്മുടെ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു. അതേസമയം അവധിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. കളക്ടറേറ്റ് ഉറങ്ങുകയാണോ എന്നവരുടെ പതിവ് ചോദ്യം വന്നിട്ടുണ്ട്. ഏതെങ്കിലും ജില്ലയിൽ അവധി പ്രഖ്യാപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ ഈ ചാലക്കുടി പുഴയിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരും, അതുകൊണ്ട് ഏതെങ്കിലും ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്നോ അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് വന്നിട്ടുണ്ടോ? എസ് കെ എൻ, ഗുഡ് ഈവനിങ്. എസ് കെ എനിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അടുത്തൊരു 5 ദിവസം സംസ്ഥാനത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, മഴയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ തെക്കൻ കേരളത്തിൽ ആരംഭിച്ച് മധ്യ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തിയാർജിച്ച് ഈ 4-ാമത്തെ 5-ാമത്തെ ദിവസം വടക്കൻ കേരളത്തിൽ ശക്തിയാർജിക്കുന്ന തരത്തിലായിരിക്കും മഴ എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി ഈ തമിഴ്നാട് തീരത്തിന് സമീപം നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണം ഈ ദിവസങ്ങളിൽ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്നടക്കം അടുത്ത 3 ദിവസങ്ങളിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഈ ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് അത്തരത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. മറ്റ് 7 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ടും ഇന്ന് നൽകിയിട്ടുണ്ട്. നാളെയാകട്ടെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേക ശ്രദ്ധ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിലടക്കം പുലർത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല എസ് കെ എൻ, പലയിടങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിലും തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മലയോര മേഖലയിൽ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. നദികളിലേക്കുള്ള നീരൊഴുക്ക് പലയിടങ്ങളിലും വർദ്ധിച്ചിട്ടുണ്ട്. ഈ അതിരപ്പള്ളിയിലൊക്കെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. 4 മണിക്കൂറിൽ ഏതാണ്ട് 90 മില്ലിമീറ്റർ മഴ ആ മേഖലയിലാകെ പെയ്തിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഡാമുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടില്ല. അത് ജില്ലാ ഭരണകൂടമായിരിക്കും അതാത് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുക. എന്നാണെങ്കിൽ മഴ തുടരാൻ സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ ഇടിമിന്നലിന് കൂടി സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ജാഗ്രത തുടരണം. തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം തീയതി വരെ ആ വിലക്ക് തുടരും. കാരണം കടലിൽ ശക്തമായ കാറ്റിന് മണിക്കൂർ പരമാവധി 60 കിലോമീറ്ററൊക്കെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലാകട്ടെ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.